അതാണ് ശ്രീ ജയസൂര്യൻ ഉന്നയിക്കുന്നത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്, അതൃപ്തരുണ്ടാകാം, ചിലപ്പോൾ പാർട്ടി ഉദ്ദേശിച്ച നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന വിമർശനമുള്ളവരുണ്ടാകാം. അദ്ദേഹം ഇപ്പോൾ ശിവദാസ് മേനോൻ പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് അത്ര കൃത്യമായി അറിയില്ല, ശിവദാസ് മേനോൻ BJP-യിലേക്ക് പോയോ എന്ന്. ഏതായാലും അങ്ങനെ ആളുകളെല്ലാം പോകുന്നു, അതിലൊരു അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് അധികാരത്തിന് പുറത്തിരിക്കുമ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമില്ല. അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ട ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ലേ? അപ്പോൾ ഇത്രയും കാലം പുറത്തിരുന്ന BJP കോൺഗ്രസ് അഴിമതിക്കാരാണെന്ന് ആരോപിക്കുമ്പോൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുന്നതിൽ തെറ്റു പറയാനുണ്ടോ? മനു ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ അന്തരിച്ചുപോയ സഖാവ് ശിവദാസ മേനോനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ അത് സത്യത്തിന് നിരക്കുന്നതല്ല. എല്ലാ മേനോന്മാരും സഖാവ് ശിവദാസ മേനോനാണ് എന്ന് ധരിച്ചു കളയരുത്. സഖാവ് T. ശിവദാസ മേനോൻ അധ്യാപകനായി അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ച് അധ്യാപക സംഘടനയുടെ നേതാവായി CPIM-ൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ നിയമസഭയിലേക്ക് പലതവണ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഒന്നിലേറെ തവണ കേരളത്തിലെ മന്ത്രിയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. ഞങ്ങളെല്ലാം മാഷ് എന്ന് മാത്രം വിളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം മാഷ് ചെങ്കൊടി പുതച്ച് യാത്രയായി എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയവനാണ് ഞാൻ. സഖാവ് T. ശിവദാസ മേനോനെ ദയവ് ചെയ്ത് അങ്ങനെ നിന്ദിക്കരുത്. 2, രാഷ്ട്രീയമായി പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തങ്ങളുടെ സംഘടനയിൽ നിന്ന് അവർ മറ്റേതെങ്കിലും സംഘടനയിലേക്ക് വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കിയതിന് ശേഷം ചില ആളുകൾ പുതിയ പാർട്ടിയിലേക്ക് പോകും, ചിലപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകും, ചിലപ്പോൾ ചില ആളുകൾ നടപടിക്ക് വിധേയരായി മറ്റൊരു പാർട്ടിയിലേക്ക് പോകും. സ്വാഭാവികമായി കേരളത്തിലും ഇങ്ങനെ BJP-യിൽ നിന്ന് പല നേതാക്കളും, ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, ഞാനതിൽ ജയസൂര്യയെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് തന്നെ അറിയാവുന്ന പല നേതാക്കളും CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലേക്ക് വന്നിട്ടുണ്ട്. അവർ പ്രവർത്തകരായിട്ടുണ്ട്, നേതാക്കളായിട്ടുണ്ട്. RSS-ൻ്റെ പ്രവർത്തകനായി അത്തരത്തിൽ ഓപ്പറേഷൻസ് വിത്ത് ഇൻവേർട്ടഡ് കോമ പങ്കെടുത്തിട്ടുള്ളവരടക്കം ആ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യം. എൻ്റെ ചോദ്യം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, എന്തായി? MLA-മാരായി. MLA-മാർക്ക് ഭൂരിപക്ഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വമുള്ള എക്സിക്യൂട്ടീവ് എന്നുള്ളത് ആ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയെ അട്ടിമറിക്കാനായി മന്ത്രിസഭയിലെ ചില ആളുകളും അവിടെ മറ്റു ചില MLA-മാരും ചേർന്ന് കൂറുമാറ്റം നടത്തുന്നു എന്ന്, കുതിരക്കച്ചവടം എന്ന് ഞാൻ പറയാത്തത് കുതിരകളോടുള്ള ബഹുമാനം കൂടി കൊണ്ടാണ് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ചില ആളുകൾ മനുഷ്യർ ഇത്തരത്തിൽ ഈ പറയുന്നത്, അതിൽ ഞാൻ ഈ പറഞ്ഞ ചില സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. BJP എന്താ നടത്തിയത്? ചണ്ഡീഗഡിൽ നടത്തിയത് എന്ത് ന്യായീകരണമാണ് ജയസൂര്യന്? എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് ചണ്ഡീഗഡിൽ നടത്തിയത്? ഇവിടെ കേരളത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് 140 MLA-മാരുണ്ടാകേണ്ടുന്ന കേരള സംസ്ഥാന നിയമസഭയിൽ 35 അംഗങ്ങളുണ്ട് എങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറയും? അതെല്ലാം അഹങ്കാരവും ധിക്കാരവും. അതെല്ലാം ഇപ്പോൾ ചിലർ പറയുമല്ലോ, നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് ഞങ്ങൾ അവിടെ കേന്ദ്രത്തിലുള്ളത് കൊണ്ടാണ് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കേരളത്തിൽ തന്നെ വന്നിട്ട്, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം കുറേ നാൾ മുമ്പ് വന്നിട്ട് സോമാലിയ എന്ന് വിളിച്ചത്, സോമാലിയ എന്ന് കേരളീയരെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ പല കാര്യവും നമ്മളെല്ലാവരും പലതുകൊണ്ടും ഭാഗ്യം ചെയ്തൊരു നാട്. സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നാടാണ് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ വഴുതി മാറിപ്പോകേണ്ടതില്ല. BJP എടുത്തുകൊണ്ടിരിക്കുന്ന, അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇലക്ടറൽ ബോണ്ട് എന്നുള്ളത് സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലൂട്ടിംഗ് ആണ്, അബ്സല്യൂട്ട് ലൂട്ടിംഗ് ആണ്. ഇത് വാസ്തവത്തിൽ ഒരു നിയമനിർമ്മാണ മുഖാന്തരം അതൊരു ലീഗൽ പ്ലണ്ടറായി, ലെജിറ്റിമേറ്റ് ലൂട്ടിംഗ് ആയി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് സുപ്രീം കോടതി. ഇപ്പോൾ ഇതിൽ ജയസൂര്യൻ, ഞാൻ അഭിഭാഷകരായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയുമല്ലോ, ഇത് കേൾക്കുന്ന പലർക്കും മനസ്സിലാവുമല്ലോ. സുപ്രീം കോടതി ഒരു നിയമത്തെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമെന്നോ നീതീകരിക്കാൻ കഴിയാത്തതെന്നോ നീതിക്ക് നിരക്കാത്തതെന്നോ അല്ല അർത്ഥം. ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ല. ആ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവന്നത് 5 നിയമങ്ങളെ അത് ബൈപ്പാസ് ചെയ്തിട്ടാണ്, ഭേദഗതി ചെയ്തിട്ടാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അടക്കം, അല്ലേ, എങ്ങനെ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അടക്കം, ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അടക്കം, ഇൻകം ടാക്സ് അടക്കം ഭേദഗതി ചെയ്തു. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. പ്രഫുൽ പട്ടേലിനെ അറിയാമല്ലോ മനു, നിങ്ങൾക്കെല്ലാവർക്കും. പ്രഫുൽ പട്ടേൽ ആരായിരുന്നു? പ്രഫുൽ പട്ടേൽ
ഇന്ത്യയുടെ വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വിദേശത്തു നിന്നടക്കം ഇന്ത്യൻ എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട് ആരോപണം പാർലമെന്റിലുണ്ടായി. അത് സംബന്ധിച്ചുള്ള ആരോപണം അന്ന് ഉന്നയിച്ച ഒരാളുടെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യം പിന്നീട് BJP തന്നെ ആവശ്യപ്പെട്ടു, CBI എൻക്വയറിക്ക് വിട്ടു. CBI എൻക്വയറിക്ക് വിട്ടു വരുമ്പോൾ ഇതിനകത്ത് വിദേശത്തു നിന്നുള്ള പണം, കിക്ക് ബാക്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യം വന്നാൽ PMLAയുടേതായിട്ടുള്ള പർവ്യൂവിൽ വരണം. അങ്ങനെയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡും ആ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണവും നടക്കണം. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, CBI അന്വേഷണം ഇതാ ഇവിടെ മരവിപ്പിച്ചു. CBI അന്വേഷണം നിർത്തിവെച്ചു. എന്തുകൊണ്ട് നിർത്തിവെച്ചു? പ്രഫുൽ പട്ടേൽ ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് അജിത് പവാർ വിഭാഗം വിട്ടുപോയപ്പോൾ ആ NCP വിഭാഗത്തോടൊപ്പം അങ്ങനെ പ്രഫുൽ പട്ടേൽ ചേക്കേറി എന്നുള്ളത് കൊണ്ട് അങ്ങനെ BJPയുടേതായ ഇഷ്ടപുത്രനായി മാറി. ഹിമന്ത ബിശ്വ ശർമ്മയെ അറിയുമല്ലോ, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ഇന്ന് ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് US ഗവൺമെന്റ് തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയല്ലേ ഉള്ളത്. അമേരിക്കൻ കമ്പനി അവിടെ ഒരു കരാർ ഏറ്റെടുത്തത് അവർക്ക് കിക്ക് ബാക്കുകൾ നൽകിയോ എന്നുള്ളത് US-ലെ അഴിമതി നിരോധന കുറ്റത്തിൽ ഈ ഉദ്യോഗസ്ഥർ പെടുമോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ അത്തരത്തിൽ കരാർ ഒരു അമേരിക്കൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്കടക്കം അത്തരത്തിൽ കോടികൾ കൈക്കൂലിയായി നൽകി എന്നുള്ള ആരോപണമടക്കം നേരിടുന്ന ഒരാൾ, അദ്ദേഹത്തെ അടക്കം ഇങ്ങനെ BJPയിലേക്ക് ചേർന്നപ്പോൾ എല്ലാം ശരിയായി. അങ്ങനെ നിരവധി ആളുകളുടേതുണ്ട്. ഞാൻ അതിലേക്കെല്ലാം കടക്കുന്നില്ല. ഇവർ BJPയിലേക്ക് അശോക് ചവാൻ വന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രീ റോണിക്ക് നന്നായിട്ട് അറിയാമല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്സുകാർ പറഞ്ഞതാണല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം സമ്മതിക്കാമെന്നുള്ളതുപോലെ കോൺഗ്രസ് നേതാക്കളോട് അവസാനമായി അർദ്ധരാത്രിയിൽ വിളിച്ചു പറഞ്ഞ ആ ഫോൺ കോൾ ഉണ്ടല്ലോ. ഇത് ജയിൽ വേണമോ, BJPയിൽ ചേരുന്നുവോ, ജയിലിൽ കിടക്കണോ, അല്ല BJPയിൽ നേതാവായിരിക്കണം? ഇതാണ് പല ആളുകളോടും ചോദിക്കുക. ഇത് ഇതിനൊക്കെ അപ്പുറത്തേക്ക്